ഇപ്പോൾ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്നും NDA പ്രതിനിധി അനൂപ് ആന്റണി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അനൂപ് ആന്റണി, വെരി ഗുഡ് മോർണിംഗ് അനൂപ് ആന്റണി. ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു, കാരണം നമ്മുടെ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഏതുതരം രാഷ്ട്രീയ ഇടപെടലും സ്വാഗതാർഹമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഉപമുഖ്യമന്ത്രിയെ കാണാൻ സാധിച്ചു എന്നത് തന്നെ ഏറെ ആശ്വാസകരമായൊരു കാര്യം. എന്താണ് നമ്മൾ ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അനൂപ് ആന്റണിക്ക് ബോധ്യമാകുന്നത്? ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുകയാണോ? ഇതിനകത്ത് ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖർ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, അതായത് കൂടെയുണ്ട് ഞങ്ങൾ. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഉപമുഖ്യമന്ത്രിയും ഹോം മിനിസ്റ്ററുമായിട്ടുള്ള ശ്രീ വിജയ് ശർമ്മയും ഞങ്ങളോട് പറഞ്ഞതാണ്, കൂടെയുണ്ട് ഞങ്ങളും. അതായത് ഇവിടുത്തെ സർക്കാർ കൂടെയുണ്ട്. ഈ ഒരു പ്രശ്നത്തിൽ നീതിപൂർവമായ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണോ അതെല്ലാം നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു ഇന്ന് രാവിലെ കഴിഞ്ഞത്. അതുകൊണ്ട് വളരെയധികം പ്രതീക്ഷയുമായിട്ടാണ് ഞാൻ ഇവിടുത്തെ ഇപ്പോൾ മടങ്ങുന്നത്. അപ്പോൾ അനൂപ്, നമ്മളിതൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ തന്നെ യുവതികൾ പറയുന്നുണ്ട്, സ്വമേധയാ വന്നതാണ്, ഞങ്ങൾ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നവരാണ്. വളരെ നിർണായകമായ മൊഴികളാണ്. ഇത് ആരും നിർബന്ധിച്ചെടുപ്പിച്ച മൊഴികളേ അല്ല. ആ മൊഴികൾ നമുക്കൊരു അനുകൂലമാകുമെന്ന് കരുതുന്നുണ്ട്. താങ്കൾ എന്താണ് ശരിക്കും അവരോട് പറഞ്ഞത്? ഈ ജാമ്യാപേക്ഷയെ ആ രീതിയിൽ എതിർക്കരുത് എന്നുള്ള കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം കോടതി നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് എന്തൊക്കെ എക്സാക്റ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചു എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ജസ്റ്റിസ് പ്രിവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നീതിപൂർവമായ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് വസ്തുതകളെ പരിശോധിക്കണം, കീറി മുഴിച്ച് പരിശോധിക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചത്. അത് അവർ ചെയ്തു. അവർ അത് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. പരിശോധിച്ചിട്ടാണോ ഇന്നലെ മുഖ്യമന്ത്രി അങ്ങനെ ട്വീറ്റ് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ അത് അപകടമാണ്. അല്ല, മുഖ്യമന്ത്രി ഇന്നലെ ട്വീറ്റ് ചെയ്തത് വളരെ രണ്ട് കാര്യങ്ങളാണ്. അത് വ്യക്തമായിട്ട് ആ ട്വീറ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യമേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇട്ടിരിക്കുന്ന FIRന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഇതിലൊരു തറോ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട്, ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കും, എന്നിട്ട് നിയമം അതിൻ്റെ വഴിക്ക് പോകും എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു.